PM ശ്രീ പദ്ധതി മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നൽകേണ്ട കത്തിന്റെ കരട് റെഡിയാണ്. മുഖ്യമന്ത്രി കണ്ട ശേഷം ചീഫ് സെക്രട്ടറി കത്ത് കേന്ദ്ര സർക്കാരിന് കൈമാറാനാണ് തീരുമാനം. മന്ത്രിസഭായോഗ തീരുമാനം കേന്ദ്രത്തെ ഇന്നോ നാളെയോ അറിയിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ. വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. വിജിൻ, അങ്ങനെ ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ പദ്ധതി മരവിപ്പിക്കാൻ CPIക്ക് വഴങ്ങിക്കൊണ്ട് CPM തീരുമാനിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ കത്ത് തയ്യാറാക്കി അത് കേന്ദ്രത്തിന് ചീഫ് സെക്രട്ടറി കൈമാറും. പക്ഷേ അപ്പോഴുള്ളത് ഇതൊരു ഏകപക്ഷീയമായ ഒരു പിന്മാറ്റം നടക്കുമോ? ആ കത്തിൽ എന്താണ് ആവശ്യപ്പെടുക? അതായത് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണെന്നാണോ, അതോ പദ്ധതി താൽക്കാലികമായി സഹകരിക്കാൻ തയ്യാറാവില്ല എന്നാണോ? എന്താണ് ഈ കത്തിൽ ആവശ്യപ്പെടുക? അതിന് എത്രത്തോളം നിയമസാധുത ഇപ്പോൾ ഒപ്പുവെച്ച ധാരണാപത്രവുമായിട്ടുണ്ടാവും? ജിൽസി സൈഫുദ്ദീൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകാനുള്ള തീരുമാനം. അത് കഴിഞ്ഞ ഈ MOUയിൽ ഒപ്പിട്ടിരുന്നത് അത് പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും ആയിരുന്നു MOUയിൽ ഒപ്പിട്ടിരുന്നത്. എന്നാൽ ഇത്തവണ ഈ മരവിപ്പിക്കൽ കത്ത് നൽകുന്നത് ചീഫ് സെക്രട്ടറിയാണ്. സർക്കാരിന്റെ ഔദ്യോഗികമായ തീരുമാനം, മന്ത്രിസഭയുടെ തീരുമാനം, അതാണ് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ പോകുന്നത്. നിലവിൽ പദ്ധതിയുമായി തങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, നിബന്ധനകൾ പാലിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് കത്തിൽ വ്യക്തമാക്കാൻ പോകുന്നത്. നിബന്ധനകളിൽ ഇളവ് വരുത്തിയാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിക്കാം എന്നുള്ളതാണ് കത്തിന്റെ ഡ്രാഫ്റ്റിൽ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി വിദേശത്താണുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തിരിച്ചെത്തിയാൽ മുഖ്യമന്ത്രിയെ കൂടി കാണിച്ചായിരിക്കും ഈ കത്ത് കേന്ദ്ര സർക്കാരിന് നിലവിൽ കൈമാറുക. എന്തായാലും CPIയുടെ വലിയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിൽ PMC പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാരിന്റെ ഒരു തീരുമാനം ഉണ്ടായത്. വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ വിഷയത്തിൽ എന്തായാലും മുന്നോട്ട് പോക്കില്ല എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത്. ഒപ്പം തന്നെ ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒപ്പ് വെച്ചതിന് തൊട്ട് പിന്നാലെ SSKയുടെ ഫണ്ട് ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ ഒരു പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ തുക ഒരുപക്ഷെ ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങൾ ഒക്കെ നിരീക്ഷിക്കുകയായിരുന്നു. PMC പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ, കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് കേരളം വഴങ്ങുന്നില്ലെങ്കിൽ ആ ഫണ്ടും നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 971 കോടി രൂപയുടെ പ്രപ്പോസലാണ് SSKയുടെ വിഹിതം ലഭിക്കാനായി സർക്കാർ സമർപ്പിച്ചിരുന്നത്. നേരത്തെയും പലതവണ ഈ 2 വർഷത്തിനിടയിൽ പലതവണ ഈ കത്ത് ഇങ്ങനെയൊരു പ്രപ്പോസൽ നൽകിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഈ PMCയിൽ ഒപ്പുവെക്കാത്തതിന്റെ ഭാഗമായി ഈ ഫണ്ട് അനുവദിച്ചിരുന്നില്ല. ഇപ്പോഴും അതേ നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ശരി, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്. സൈഫു, സ്വാഭാവികമായിട്ടും CPI ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, നേരത്തെ തന്നെ നാളുകളായി എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് പിന്നെ സംസ്ഥാന സർക്കാർ ഈ ഒരു നാടകത്തിന് തുനിഞ്ഞു എന്നുള്ളതാണ്? CPI എതിർക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നില്ലേ? തീർച്ചയായും ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, CPI ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചത് അവർ അറിയാതെ എന്ന് വെച്ചാൽ, ഒരു വശത്ത് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഇതിനെതിരെ സംസാരിക്കുന്നു. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും ഒപ്പുവെക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ എന്താണ് നേട്ടമുണ്ടായത്? കണ്ട വിവാദങ്ങൾ ഉണ്ടായി, CPM തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായിരുന്നതിനപ്പുറത്തേക്ക് എന്ത് നേട്ടമാണ് ഇത്? ഒരു നേട്ടം ഉണ്ടായില്ല. ആ വിവാദത്തിന്റെ മുറിവ് അവിടെ ബാക്കി കിടന്നു എന്നുള്ളത് മാത്രമാണ്. അതിന് ഇലക്ഷനിലൊക്കെ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് കൂടി അവർ കാത്തിരുന്നു കാണുക തന്നെ.